വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് യുഎഫ നാഷൻസ് ലീഗിൻ്റെ ഫൈനലിനെ കുറിച്ചാണ്. അങ്ങനെ ഈ ഒരു ഫൈനലിൽ സ്പെയിനിനെ തോൽപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ കിരീടമുയർത്തുകയാണ്. പോർച്ചുഗൽ ചരിത്രത്തിലെ മൂന്നാമത്തെ കിരീടമാണ് അവർ നേടുന്നത്. ഈ ഒരു 3 ട്രോഫി അവർ നേടുന്നത് റൊണാൾഡോൻ്റെ ഇറയിലാണെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. റൊണാൾഡോ ഈ ഒരു ടീമിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ ആ നാഷണൽ ടീം ഒരു ഫൈനൽ പോലും കളിച്ചിട്ടില്ല. റൊണാൾഡോ വന്നതിന് ശേഷം അവർ കളിച്ചത് 4 ഫൈനലുകളാണ്. അതിൽ 3ലും അവർക്ക് വിജയം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. ഒരു യൂറോ കപ്പും 2 നാഷൻസ് ലീഗും അവർ അവരുടെ ഷെൽഫിലേക്ക് എത്തിച്ചു. ഇതിൽ റൊണാൾഡോൻ്റെ ഇമ്പാക്റ്റ് കൃത്യമായിട്ടുണ്ട്. സോ അണ്ണൻ ഒരുപാട് ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. 40 വയസ്സായി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ആളുടെ ഹങ്കർ, ആളുടെ മെൻറ്റാലിറ്റി, ക്ലച്ച് ആവാനുള്ള ആളുടെ എബിലിറ്റി, ഈ ഒരു മാച്ചിലും 2-2 മാച്ചിനെ കൊണ്ടെത്തിക്കുന്ന ഗോൾ നേടുന്നത് ആരാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. അങ്ങനെ ആൾ ഗോള് നേടി ടീമിനെ സമനിലയിലേക്ക് എത്തിച്ചു. ഫൈനലി ആൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എനിവേ നല്ല ഡിസ്പ്ലേ കാഴ്ചവെച്ചിട്ടാണ് ആൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. നല്ല ഇമ്പാക്റ്റ് ആൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. സോ അതാണ് റൊണാൾഡോ ഇമ്പാക്റ്റ്. ഓക്കെ, 40 വയസ്സായെങ്കിലും ക്ലച്ച് ആവാൻ ഇപ്പോഴും നാഷണൽ ടീമിൽ റൊണാൾഡോ ഉണ്ട്. ഇതാണ്. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് വരുന്ന സമയത്ത് പോർച്ചുഗൽ 11 നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ അല്ലായിരുന്നെങ്കിൽ പോലും എങ്ങനെയാണ് റോബർട്ടോ മാർട്ടിനസ് എപ്പോഴും ഒരു 11 ഇറക്കാനുള്ളത്? അല്ലറ ചില്ലറ മണ്ടത്തരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ഇറക്കിയിട്ടുള്ളത്. ജവോ നെവസിനെ അവിടെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. തുടക്കം മുതലേ സെമേഡോനെ കളിപ്പിക്കായിരുന്നു. ജവോ നെവസ് കളിച്ച സമയത്തോളം അവിടെ അഴിഞ്ഞാടുന്നുണ്ട് നിക്കോ. നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ നിക്കോട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സൈഡിൽ നിക്കോ നല്ല രീതിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബെർണാഡോ സിൽവ ത്രൂ ഔട്ട് ദ മാച്ച് മോശമായിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ സ്പെയിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പക്ക 11 തന്നെയാണ് അവിടെ വന്നത്. ഫാബിയൻ റോയ്സ് സ്റ്റാർട്ട് ചെയ്തു, പെഡ്രി സ്റ്റാർട്ട് ചെയ്തു, and എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ടത് മാച്ചിലേക്ക് വരുന്ന സമയത്ത് 2-2 സ്കോർ അവസാനിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒരു ഗോള് സുബിമെൻഡി അടിച്ചിട്ട് സ്പെയിൻ ലീഡ് എടുക്കുന്നു. നല്ല ഗോളായിരുന്നു സുബിമെൻഡി അടിച്ചത്. ആൻഡ് അതിനെ ഈക്വലൈസ് ചെയ്യാണ് ന്യൂനോ മെൻഡസ്. ഗംഭീര ഈക്വലൈസറാണ് അവിടെ വീണിട്ടുള്ളത്. ആൻഡ് തിരിച്ച് ഒയർസബാൽ ഒന്ന് അടിക്കുന്നു. അവിടെ ഒയർസബാലിനെ നമ്മൾ എടുത്ത് പറയണം. കാരണം ഈ ഒരു സ്പാനിഷ് നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ആൾ 3 ഫൈനലിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. യൂറോ കപ്പ് ഫൈനലിൽ ആൻഡ് 2ാമത്തെ തവണയാണ് ആൾ നാഷൻസ് ലീഗ് ഫൈനലിൽ ഗോൾ അടിക്കുന്നത്. സോ 3 ഫൈനലിലൊക്കെ ഗോൾ അടിക്കുക നാഷണൽ ടീമിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പം ആൾക്കവിടെ അത്യാവശ്യം അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ ആയിക്കഴിഞ്ഞാലും ടീം പരാജയപ്പെട്ടെങ്കിൽ പോലും അങ്ങനെ ആൾ ഗോൾ നേടി. പിന്നീട് അതിനൊരു മറുപടി വരുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ അടുത്തു നിന്നാണ്. അവിടെയും ന്യൂനോ മെൻഡസിൻ്റെ ഇമ്പാക്റ്റ് എടുത്തു പറയണം. ആൾ കൊടുത്ത ആ ബോളിൽ നിന്നാണ് അവിടെ ഫൈനലി ആ ഒരു ഗോള് വരുന്നത്. പിന്നീട് എടുത്തു പറയേണ്ടത് നമ്മളെ റോബർട്ടോ മാർട്ടിനസ് നടത്തിയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ മാച്ചിൽ നന്നായിട്ട് വർക്കൗട്ടായി എന്നുള്ളതാണ്. ഗ്രേറ്റ് ചേഞ്ചസ് ആണ് ആൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഗുഡ് ഗെയിം മാനേജ്മെൻറ്റ് ആൾ കാഴ്ചവെച്ചു. അതേസമയം ലാഫ്ലുവൻ്റ എന്ന് പറയുന്ന മാനേജർ കാണിച്ചത് വേഴ്സ്റ്റ് മണ്ടത്തരങ്ങൾ, പൊട്ടത്തരങ്ങളാണ് ആൾ ആ ഒരു മാനേജീരിയൽ ചുമതലയിൽ നിന്നുകൊണ്ട് കാണിച്ചത്. മണ്ടൻ ഡിസിഷൻസ് ആണ്, ഒന്നിനൊന്നും മണ്ടത്തരം. അൽവാരോ മൊറാട്ടനൊക്കെ പെനാൽറ്റി അടിക്കാൻ വേണ്ടി പറഞ്ഞയക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൽവാരോ മൊറാട്ട വരുമ്പോൾ ഉറപ്പാണ് ഇത് മിസ്സാണ്, സ്പെയിൻ പോർച്ചുഗൽ കപ്പടിക്കാൻ പോകുന്നത് ഉറപ്പായിരുന്നു. മനസ്സിൽ വിചാരിച്ച കാര്യമാണ്. അത് തന്നെ സംഭവിച്ചു. പെഡ്രിനെ വലിച്ച ഡിസിഷൻ കഴിഞ്ഞ മാച്ചിൽ ഫ്രാൻസിനെതിരുള്ള മാച്ചിൽ പെഡ്രിനെ വലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ടീം കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പം പെഡ്രിനെ വലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നേ. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പെഡ്രിനെ വലിച്ചു കഴിഞ്ഞാൽ മാച്ച് 2-2 നിൽക്കുന്ന സമയത്ത് പെഡ്രിനെ വലിക്കുന്നതുകൊണ്ട് ആളെന്താ ഉദ്ദേശിക്കുന്നത്? അതും ഓപ്പോസിറ്റ് ആരൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോഴത്തേനും റൂബൻ നെവസ് അവിടെ വന്ന് സെറ്റാവുന്നു. അതേസമയം വിറ്റിഞ്ഞ സെറ്റ് ഫോമിൽ കളിക്കുന്ന വിങ്ങർമാർക്ക് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. കുറേ സമയം കഴിയുമ്പോൾ നിക്കോക്ക് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ സെമയുടെ വന്നതോടെ. അതേസമയം ന്യൂനോ മെൻഡസിന്റെ പോക്കറ്റിലാണ് യമാൽ ഇരിക്കുന്നത്. യമാലിന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇത്ര കാലം യമാലിൻ്റെ ഒരു കളി മുടങ്ങാതെ കണ്ടിട്ട് ഇങ്ങനെ യമാൽ സൈലന്റ് ആയി നിന്നൊരു കളി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ യമാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ കാണുന്നില്ല. യമാൽ വേറെ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയത്താണ് യമാലിനെ നമ്മൾ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു യമാലിന് ഈ ഒരു മാച്ചോടെ ഈ സത്യം പറയാണ്, ഞാൻ ബാഴ്സ ഫാൻ ആയിക്കൊണ്ട് തന്നെ പറയാണ്, ഈ ഒരു മാച്ചോടെ ഈ ന്യൂനോ മെൻഡസ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നം പോലെ ആയിട്ടുണ്ടാവും. കാരണം
ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ടേക്ക് ഓൺ ചെയ്യാൻ ഇയാൾക്ക് ധൈര്യമില്ലാത്ത പോലെ യമാലിനെ അറഞ്ചും പുറഞ്ചും എന്താ പറയുക അനങ്ങാൻ വിട്ടിട്ടില്ല. ഈ നമ്മുടെ ന്യൂനോ മെൻഡസ് അനങ്ങാൻ വിട്ടിട്ടില്ല. എന്തൊരു കളിയാണ് ഈ ന്യൂനോ മെൻഡസ് ഒക്കെ കളിച്ചത്. പടച്ചറപ്പേ, ഒരു രക്ഷയില്ലാത്ത കളി. മാസ്റ്റർ ക്ലാസ് എന്നല്ല, ഇതിനൊക്കെ നമ്മൾ പറയേണ്ട പേര് മോൺസ്റ്റർ ക്ലാസ് എന്നാണ്. അറ്റാക്കിങ്ങിലും ഡിഫെൻഡിങ്ങിലും ഇങ്ങനത്തെ ഇമ്പാക്റ്റ് കൊണ്ടുവരാന്നുള്ളത് ചില്ലറ പണിയൊന്നുമല്ല. നമ്മൾ അപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഒരു ബാറ്റിലാണ് മാച്ച് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. അതായത് ആ ഒരു ന്യൂനോ മെൻഡസ് വേഴ്സസ് ലാമിൻ യമാൽ ബാറ്റിൽ, ആ ബാറ്റിൽ തന്നെ മാച്ച് ഡിസൈഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം. യമാലിനെ കംപ്ലീറ്റ്ലി ആളങ്ങോട്ട് പോക്കറ്റിലിട്ടു. അപ്പം യമാലിനെ സ്വാഭാവികമായിട്ടും പിൻവലിക്കേണ്ടി വരും. യമാലിനെ പിൻവലിച്ചൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ പെഡറിനൊക്കെ പിൻവലിച്ച ഡിസിഷൻ ഉണ്ടല്ലോ, ലാഫ്ലുവിനെ പിടിച്ച് മണ്ടക്ക് കൂട്ടുക വേണ്ടത്. നിർണായകമായിട്ടുള്ള പെനാൽറ്റി എടുക്കാൻ ഒട്ടും എഫിഷ്യൻ്റ് അല്ലാത്ത, ഒരിക്കലും പെനാൽറ്റിയിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത, അല്ല പേഴ്സണലി എനിക്ക് ഒട്ടും വിശ്വാസമില്ല, അങ്ങനത്തെ ഒരു ആൽവാരോ മൊറാട്ടനെ പറഞ്ഞയച്ചു. മണ്ടത്തരം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ മാച്ച് തുടങ്ങിയ മുതൽ സ്പെയിന് നല്ല രീതിക്ക് കളി കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പെഡ്രി ഗ്രൗണ്ടിലുണ്ട്. പെഡ്രി ഫസ്റ്റ് ഹാഫിലൊക്കെ തകർത്ത് കളിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അതേസമയം പോർച്ചുഗൽ ഫസ്റ്റ് ഹാഫിൽ ഇത്തിരി മോശമായിരുന്നു. 2-1 ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് പ്രോപ്പർ പെർഫോമൻസ് പോർച്ചുഗലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ നമ്മളെപ്പോഴും കുറ്റം പറയാറുള്ള റോബർട്ടോ മാർട്ടിനസ് ക്രെഡിറ്റ് കൊടുക്കണം. ചവനോസിനെ പിൻവലിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് മാച്ചിൽ കുറച്ച് നിറം വാങ്ങി പോയിട്ടുണ്ടായിരുന്ന കോൺസെസാവോനെ പിൻവലിക്കുന്നു. അവിടെ കൊണ്ടുവരേണ്ട പ്ലേയേഴ്സിനെ ആൾ കൊണ്ടുവരാണ്. റൂബൻ നെവസിനെ കൊണ്ടുവന്നു. റൂബൻ നെവസ് പ്ലസ് വിറ്റിഞ്ഞ മിഡ്ഫീൽഡിൽ പിന്നെ അങ്ങോട്ട് വർക്കായി എന്നുള്ളതാണ്. അതേപോലെ പ്രോപ്പർ റൈറ്റ് ബാക്കിനെ കൂടുന്ന അവിടെ റൈറ്റ് സൈഡ് അത്യാവശ്യം ഉഷാറായി എന്നുള്ളതാണ്. പിന്നീട് റൈറ്റ് വിങ്ങറായിട്ട് അവിടെ മാറുന്നത് ബെർണാഡോ സിൽവയാണ്. പക്ഷെ ബെർണാഡോ സിൽവയ്ക്ക് ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആൻഡ് മാച്ച് മുന്നോട്ട് പോയി. ന്യൂനോ മെൻഡസിൻ്റെ ആ ഒരു ബോളിൽ നിന്ന് അവർ ഈക്വലൈസർ നേടി. പിന്നെയും ആൾ നല്ല ചേഞ്ചസാണ് കൊണ്ടുവരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ റാഫേൽ ലിയാവ് വന്നു. ലിയാവ് എന്താ വരാത്ത നോക്കായിരുന്നു. ലിയാവ് ഒക്കെ വന്നതിന് ശേഷം സ്പെയിന് നിലത്ത് നിൽക്കാൻ പലപ്പോഴും ടൈം കിട്ടുന്നില്ല. കാരണം ആ ചെങ്ങായി സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ആളുടെ റൺസ്. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. അതായത് ഈ അവിടെ പെട്രോനെറ്റോക്ക് പകരം ലിയാവോ ആണെങ്കിൽ ലിയാവോ ബോക്സിനുള്ളിലേക്ക് ബോൾ എത്തിക്കും. ഈ ബോക്സിനുള്ളിലേക്ക് കൃത്യമായിട്ട് ബോൾ എത്തിക്കാനുള്ള പണിയെടുക്കും ലിയാവോൻ്റെ ദിവസമാണ് ലിയാവോ പ്രോപ്പറായിട്ട് കളിക്കുകയാണെങ്കിൽ. അത് പലപ്പോഴും നമ്മുടെ പെട്രോനെറ്റോക്കൊന്നും പറ്റാറില്ല. അപ്പം ലിയാവോ അവിടെ നിന്ന് പ്രോപ്പറായിട്ട് കളിച്ചു. നല്ല ത്രെറ്റ് വന്നു ലിയാവോനൊക്കെ. ഞാൻ അങ്ങനെ ബോക്സിലേക്ക് പോകുമ്പോൾ ആലോചിക്കുന്നു, ചങ്ങനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. ലിയാവോനെ തൊട്ട് കഴിഞ്ഞാൽ ലിയാവോ വീഴും, പെനാൽറ്റി വിളിക്കും. സോ ആളെ സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് ലിയാവോ അവിടെ ബെഞ്ചിൽ നിന്ന് വന്ന് കൊടുത്തിട്ടുള്ളത്. നെവസ് ആണെങ്കിലും. പിന്നെ എന്താ പറയുക, എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ എന്ന് പറയുന്നത് ആരാണ്? വിറ്റീഞ്ഞാണ്. ഗ്രേറ്റ് പെർഫോമൻസ്. ന്യൂനോ മെൻഡസ് ആണ് മാച്ചിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. ഡിയാഗോ കോസ്റ്റനെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഗ്രേറ്റ് പെർഫോമൻസ്. ആള് അവസാനം എന്താ പറയുക, ഒരുപാട് ഒരു ലോങ് ഷോട്ടൊക്കെ സേവ് ചെയ്യുന്നുണ്ടല്ലോ. ആരാന്ന് അടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ ലമീൻ്റെ അടുത്ത് ലോങ് ഷോട്ട്സ് വരുന്നുണ്ട്. അത്യാവശ്യം ലോങ് റേഞ്ചർ ഈ ഒരു ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്പെയിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പോസ്റ്റിലേക്ക് കയറുന്നില്ല. നല്ല രീതിക്കാണ് ഡിയാഗോ കോസ്റ്റ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാച്ച് പോർച്ചുഗൽ കൃത്യമായിട്ട് കയ്യിലൊതുക്കി എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു. കാരണം സ്പെയിന് പെഡ്രി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്പെയിൻ്റെ കയ്യിൽ കൺട്രോൾ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ മണ്ടനെ പെഡ്രിനെ പിൻവലിച്ചല്ലോ. പിന്നെന്താണ്, അങ്ങനെ പ്രോപ്പർ പെർഫോമൻസ് അവിടെ പോർച്ചുഗൽ പുറത്തെടുക്കുകയാണ്. അതേസമയം നമ്മൾ സ്പെയിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്കേൽ മെറീനോ വന്നെങ്കിലും ഇസ്കോൻ്റെ ഒക്കെ കുറച്ച് മൊമെന്റ്സ് നമ്മൾ അവിടെ കണ്ടു എന്നല്ലാതെ ഒരു ഗെയിം കൺട്രോൾ ചെയ്യുന്ന രൂപത്തിലേക്കൊന്നും അവർക്ക് എത്താൻ വേണ്ടി പറ്റിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ത്രെറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്കറിയാലോ, ഈ ഒരു സ്പെയിൻ പ്രോപ്പറായിട്ട് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പണന്റ് ഹാഫിലേക്ക് ഇങ്ങനെ ബോൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും, ഡൈനാമിക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒന്നും എത്തുന്നില്ല. ഇവർക്ക് ഈ ന്യൂനോ മെൻഡസിനെ പിടിച്ചു കിട്ടുന്നില്ല, റാഫേൽ ലിയാവോനെ പിടിച്ചു കിട്ടുന്നില്ല, വിറ്റീഞ്ഞനെ പിടിച്ചാൽ കിട്ടുന്നില്ല, സെമേഡോ ഓടുമ്പോൾ സെമേഡോനെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഇവര് ഓടി തളർന്നു. അതിൻ്റെ ഇടയിൽ കുറെ അടിയും വക്കാണൊക്കെ ഉണ്ടായി. എന്താ പറയുക, നമ്മുടെ ബയേന മെൻഡസിനെ പിടിച്ചു തള്ളി, റാഫേൽ ലിയാവോ ബയേനെ പിടിച്ചു കുത്തി. അവിടെ
ചോര വീഴാത്ത ഭാഗ്യം ഞാൻ പറയുള്ളൂ. തല്ലി കൊന്നില്ല എന്നുള്ള എല്ലാവരും പയ്യനെ. അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടായി. ഒരു ഫൈനലാണ്, ഹീറ്റപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോർച്ചുഗലിന്റെ ഡിഫൻസ് ഒക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ റെനാറ്റോ വിയേഗ വന്നതിന് ശേഷം റെനാറ്റോ വിയേഗ ഒക്കെ ടോപ്പായിട്ട് കളിക്കുന്നുണ്ട്. റൂബൻ ഡിയാസ് നന്നായിട്ട് കളിച്ചു. അതേസമയം സ്പെയിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും സ്പെയിൻ്റെ ഡിഫൻസും ഭയങ്കര മോശമായിട്ടൊന്നും ഞാൻ പറയില്ല. നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഹുയ്സൺ ആണെങ്കിലും നോർമാൻഡൊക്കെ ആണെങ്കിലും അവിടെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്പെയിൻ്റെ റൈറ്റ് ബാക്ക് ആയിട്ട് 92-ാം മിനിറ്റ് വരെ കളിച്ചത് ആരാണ്? ഓസ്കാർ മിങ്കുവസിയാണ്. 92-ാം മിനിറ്റ് വരെ. പെഡ്രോ പോറോനൊക്കെ കൊണ്ടുവരാൻ ഈ ലാഫ്ലുവൻ്റെ ഒക്കെ എന്താണ് ഇത്ര താമസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാഫ്ലുവൻ്റെ മണ്ടത്തരങ്ങൾ മാത്രമാണ് ത്രൂ ഔട്ട് ഈ ഒരു മാച്ചിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് മണ്ടത്തരം. ആളുടെ മണ്ടത്തരം കൊണ്ടാണ് അവർ ഈ കളി തോറ്റത്. ഞാൻ പോർച്ചുഗലിൽ അങ്ങനെ പറയില്ല, പക്ഷേ ഒരു പ്യുവർ മാനേജീരിയൽ ബ്ലണ്ടറാണ് ത്രൂ ഔട്ട് ദ മാച്ചിൽ ആൾ കാണിച്ചിട്ടുള്ളത്. പറയാതിരിക്കാൻ വയ്യ. ഈ രണ്ട് വിങ്ങും കട്ടായി കിടക്കുന്ന സമയത്ത് മാച്ച് കൺട്രോൾ ചെയ്യുന്ന ഈ ഓപ്പണന്റിന്റെ ലൈനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറെ നിങ്ങൾ സബ് ചെയ്യുന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഡിസിഷനൊക്കെ എവിടുന്ന്, എന്ത് തലച്ചോർന്ന് വരുന്ന ഡിസിഷനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അങ്ങനെ പോർച്ചുഗൽ മാച്ച് കൺക്വർ ചെയ്തു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പെനാൽറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് ടോപ്പ് കോൺഫിഡൻസിലാണ് എല്ലാ പ്ലേയേഴ്സും വന്ന് പെനാൽറ്റി എടുത്തത്. സ്പെയിൻ്റെ പ്ലേയേഴ്സ് ആണെങ്കിലും പോർച്ചുഗലിലെ പ്ലേയേഴ്സ് ആണെങ്കിലും. അവിടേക്കാണ് നിർണായക പെനാൽറ്റി എടുക്കാൻ മൊറാട്ട വരുന്നത്. മൊറാട്ട മിസ്സാക്കിയില്ലെങ്കിലാണ് അത്ഭുതം. അങ്ങനെ മൊറാട്ട മിസ്സാക്കി. അവിടെ നല്ല സേവാണ് നമ്മൾ ഡിയാഗോ കോസ്റ്റൻ്റെ സൈഡിൽ നിന്ന് കാണുന്നത്. അങ്ങനെ അവർ കപ്പടിക്കുകയാണ്. ഇവിടെ റോബർട്ടോ മാർട്ടിനസിന് ആ ഒരു ഗെയിം മാനേജ്മെൻറ്റിന് നമ്മൾ കാര്യമായിട്ട് ക്രെഡിറ്റ് കൊടുക്കണം. റൊണാൾഡോ അവിടെ അവർ ക്ലച്ചായി. ന്യൂനോ മെൻഡസ് മോൺസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് അവിടെ പുറത്തെടുത്തത്. ബ്രൂണോ ഫെർണാണ്ടസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. അവരെ എൻ്റയർ ഡിഫൻസീവ് യൂണിറ്റ് പക്കായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ പെട്രോനെറ്റൊന്നും കളിച്ചപ്പോൾ വലിയ മോശം ഉണ്ടായിരുന്നില്ല. കുറച്ച് ബോക്സൊക്കെ ആൾ ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കോൺസസാവ് ഭയങ്കര ഓഫായി. അപ്പം അങ്ങനെയൊക്കെയാണ് മാച്ച് കിടന്നിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗൽ ഒരുപാട് ക്രെഡിറ്റ്സ് അർഹിക്കുന്നുണ്ട്. ഈ ഒരു സ്പെയിൻ ടീമിനെ ഇങ്ങനെ എന്താ പറയുക, അവർക്കെതിരെ ഗെയിം കൺട്രോൾ ചെയ്തിട്ട് മാച്ച് വിജയിക്കുക, പെനാൽറ്റി പോയിട്ടാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവരെ സ്കോർ ചെയ്യുന്നതിൽ നിന്ന് തടയുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈ ഒരു UEFA നാഷൻസ് ലീഗ് ത്രൂ ഔട്ട് ദ ടൂർണമെന്റിൽ അവർ 25 ഗോൾ അടിച്ചെന്നാണ് പറയുന്നത്. ഇത് ഒരു മെൻസ് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ, ഒരു മെൻസ് നാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഒരു ടൂർണമെന്റിൽ വീഴുന്ന ഏറ്റവും കൂടുതൽ ഗോളാണ്. സോ ഇങ്ങനെ സ്കോർ ചെയ്യുന്ന ഒരു ടീമിനെ തടഞ്ഞു നിർത്തിയോ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. അതാണ്. അങ്ങനെ പോർച്ചുഗൽ ആ ട്രോഫി ഉയർത്തി. കൺഗ്രാറ്റ്സ് ടു റൊണാൾഡോ, പോർച്ചുഗൽ നാഷണൽ ടീം ആൻഡ് റോബർട്ടോ മാർട്ടിനസ്. ആള് ഒരുപാട് പഴി കേൾക്കാറുണ്ട്, പക്ഷേ ഈ ഒരു മാച്ചിൽ ആൾ കാര്യങ്ങൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. സോ അതാണ് പോർച്ചുഗൽ ഫാൻസ് എൻജോയ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. യമാൽ ഓഫായി, പോക്കറ്റിലിട്ട് യമാലിനെ. അതാണ്. അപ്പോൾ മാച്ച് കഴിയുമ്പം യമാൽ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഒരു ചർച്ചാ വിഷയം. കാരണം അങ്ങനെ സ്റ്റോറിയൊക്കെ ഇട്ട് പോയിട്ട് മാച്ചിൽ ഓഫായി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രോള് കിട്ടും, വിമർശനങ്ങൾ വരും. അതാണ്. എനിവേ ലെറ്റ്സ് സീ. യമാലിന് നീണ്ടെന്ന് പറഞ്ഞൊരു ഫ്യൂച്ചർ കിടക്കുന്നുണ്ട്. കാര്യങ്ങൾ എങ്ങനെ പോകും നമുക്ക് നോക്കാം. അതാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം. താങ്ക് യു.